तीसरा पद में തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. वहां पर हमारा भय भक्ति के बारे में वचन दिया गया है, यही है। और पहले पत्रोस की पत्री पहले अध्याय तीसरे पद में हमारे प्रभु यीशु मसीह के परमेश्वर और पिता की धन्यवाद हो, जिसने यीशु मसीह के मरे हुओं में से जी उठने के द्वारा ദൈവവിശ്വാസികളായിരിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനത്രേ. परमेश्वर की वचन हमारे लिए दिया देता है जो दिव्य स्वभाव बनने के लिए। ദിവ്യ സ്വഭാവം നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദിവ്യ ശക്തി അത്രേ. दिव्य स्वभाव हमें मिलना चाहता है तो दिव्य शक्ति सामर्थ्य हम पाना चाहिए। നമുക്ക് ദിവ്യശക്തിയും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനമായി നൽകിയിരിക്കുന്നു. और दिव्य शक्ति सामर्थ्य जीने के लिए हमारे लिए प्रभु की दिव्य साम दिया देता है। അപ്പോ ദിവ്യ സ്വഭാവമുള്ളവരായിരിക്കണം, ഭക്തിയുള്ളവരായിരിക്കണം. और दिव्य स्वभाव होना चाहिए, भय भक्ति भी होना चाहिए। ഫലമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് നമുക്ക് ദിവ്യശക്തി ആവശ്യമായിരിക്കുന്നു. फलवंत एक जीवन बिताने के लिए दिव्य स्वभाव शक्ति हम पाना जरूरत है। ഈ ദിവ്യശക്തി പ്രാപിച്ച വ്യക്തിക്ക് മാത്രമേ ഉത്സാഹത്തോടും ഫലമുള്ളതായ ഒരു ജീവിതവും നയിക്കുവാൻ കഴിയുള്ളൂ. ये दिव्य शक्ति ये पाने वाले व्यक्ति को फलवंत जीवन विधा हो सकता है। അനേകം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഉത്സാഹമില്ലാത്തവരത്രേ. अनेक विश्वासियों को हम देखते हैं जीवन में उत्साहित नहीं रहते हैं। അവരുടെ ജീവിതത്തിലെ ഒരു ഫലവുമില്ല, ബാരൻനെസ്. और उन्होंने फलवंत है नहीं है, അവർക്ക് ഇന്ദ്രിയജയമില്ല, विजय उन्हीं में है नहीं, അവർക്ക് വിശ്വാസമില്ല, उनको विश्वास है नहीं, പരിജ്ഞാനമില്ല. और ज्ञान नहीं रहते हैं। എന്നാൽ ദിവ്യശക്തി പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസത്തിൽ വളരുവാൻ കഴിയും. ये दिव्य शक्ति सामर्थ्य पाने वालों को विश्वास में बढ़ सकते हैं। അവർക്ക് ഇന്ദ്രിയജയമുണ്ട്, उन्होंने अपने शारीरिक अभिलाषाओं में विजय पा सकते हैं, അവർക്ക് സഹിഷ്ണുതയുണ്ട്, उन्होंने इच्छा शक्ति है, അവർക്ക് ഭക്തിയുണ്ട്, उनको भक्ति होता है, അവർക്ക് ദയയുണ്ട്, उनको दया आते हैं, അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും, उनको औरों को प्यार कर सकते हैं और प्यार करेंगे। ക്രിസ്തുവിലുള്ളതായ നമ്മുടെ ജീവിതം ഫലമുള്ളതായി തീരണം. मसीह में हम जीते हैं, वो फल लाते हुए होना चाहिए। നാം ഉത്സാഹമുള്ളവരായിരിക്കണം. उत्साहित रहना आवश्यकता है। നമുക്കതിന് ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ ആ സ്വഭാവം, ദിവ്യ സ്വഭാവം. और हमें वो पाना चाहता है तो मसीह की दिव्य स्वभाव हमारे में आना चाहिए। ഭക്തിക്കും ജീവനും ആവശ്യമായതൊക്കെയും ഈ കർത്താവിന്റെ ദിവ്യശക്തി നമ്മിലുള്ളത് കൊണ്ട് നമുക്കുണ്ട്. भय भक्ति और ज्ञानित रहेगा तो मसीह में से वो सारे सामर्थ्य पा सकते हैं। ഒരു മനുഷ്യൻ താൻ കുറ്റം ചെയ്തതുകൊണ്ട് അവനെ തൂക്കിക്കൊല്ലുന്നതിന് വിധിച്ചു. एक व्यक्ति ने गलत काम की, इसीलिए उनको फांसी मारने के लिए और विधि हुई। അയാളെ തൂക്കിക്കൊല്ലുന്നതിന് ഒരു ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് കിട്ടി. एक दिन बाकी है, फांसी मारने के लिए है, उन्होंने एक चेतावनी दी। തനിക്ക് വലിയൊരു തുക നൽകുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. उन्होंने इतनी बड़ी कीमत देने के लिए, एक अमूल्य निधि देने के लिए गवर्नमेंट के द्वारा उसको विधि हुई।
അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ നാളെ എന്നെ കൊല്ലുവാൻ പോവുകയാണല്ലോ എന്ന്. ये व्यक्ति ने यह बात कहने लगा, इसका जरूरत मुझे नहीं, कारण तूने कल के दिन फांसी मारने के लिए विचार की है. പിന്നെയും അയാൾക്ക് അറിയിപ്പ് വന്നു, ഒരു വലിയ എസ്റ്റേറ്റ് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. फिर भी एक बात यही आई, तुमको इतने मूल्य की भूमि देने के लिए गवर्नमेंट के द्वारा बातचीत की है. അദ്ദേഹം അത് നിരസിച്ചു, കാരണം നിങ്ങൾ എന്നെ നാളെ കൊല്ലുവാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. और इन्होंने वो इनकार किया, कारण यही है कल फांसी मारने का दिन है. പിന്നെയും അദ്ദേഹത്തിന്റെ അടുക്കൽ മറ്റൊരു ഓഫർ വെച്ചു. और फिर भी उनका साथ और भी एक बात की, സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വിശേഷമുള്ളതായ വസ്ത്രങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. और वहां पर भोजन के लिए, बैठने के लिए और अच्छे वस्त्र दिया देंगे. അതും അദ്ദേഹം നിരസിച്ചു. वही बात भी इनकार किया है. പിന്നീട് ഈ മൂന്ന് കാര്യങ്ങൾ നിരസിച്ചപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ മറ്റൊരു ഓഫർ വെച്ചു. तीन बात उन्हीं के साथ बताया, तब और भी एक बात कहने लगा. ആ മനുഷ്യനോട് പറഞ്ഞു, തന്നെ തൂക്കിക്കൊല്ലുകയില്ല, അതിൽ നിന്നും തന്നെ വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. और बताया यही बात है, तुमको फांसी देगा नहीं, तुमको छुटकारा देने के लिए हम चाहते हैं. തന്റെ ജീവൻ തനിക്ക് നഷ്ടമാകുകയില്ല, അതെ, ആ ജീവൻ തനിക്ക് ആ ജീവൻ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞു. तेरी जीवन जिंदगी नुकसान नहीं पाएगा, वो जिंदगी वापस देता हूं. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതായ ആ പണവും ആ എസ്റ്റേറ്റും ആ വിശേഷ വസ്ത്രങ്ങളും അതും കൂടി നിനക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. केवल इतना ही नहीं, जीना देता है, इसका साथ भी पहले प्रथम समय बताया, वो बात जमीन का हो, वस्त्र का हो, पहले कहा वो वापस देता हूं. അതത്രേ ഈ വചനത്തിൽ നാം വായിച്ചു കേട്ടത്. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. वही वचन यहाँ पर दी है, जीवन का, वो भय भक्ति का और जरूरत की बात हमारे लिए दी गई है. ഈ ദിവ്യ ജീവൻ നമ്മിൽ ഉള്ളത് കൊണ്ട് നാം ഒരു നാളും ഇടറിപ്പോകയില്ല. ये दिव्य जीवन असीम सामर्थ्य की शक्ति हमारे लिए दी है, इसलिए हम नाश ना होएगा. ക്രിസ്തുവിനെ നമ്മിൽ ജീവിക്കുവാൻ, നമ്മിൽ വാഴുവാൻ തക്കവണ്ണം നാം അനുവദിക്കണം. मसीह हमारे में जीने के लिए अनुमति लेना जरूरत है. ആ വ്യക്തി ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാലും കഷ്ടനഷ്ടങ്ങൾ വന്നാലും തളർന്നു പോകയില്ല. ऐसे वाले जीवन में शोक कष्ट हो जाएगा तो भी थकेगा नहीं, गिरेगा नहीं. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ എല്ലായ്പ്പോഴും കർത്താവിനെ സാക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. ये ईसाई नाम दिया गया तो इसका अर्थ अच्छे विश्वासी होवे तो हर एक कष्ट शोक भोगना पड़ता है. ഏത് സാഹചര്യത്തിലും ശരിയായ രീതിയിൽ മാത്രം ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രം പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ഒരു ദൈവ പൈതൽ തയ്യാറായിരിക്കണം. जाने को हमारा ईसाई जीवन में कोई भी कष्ट शोक में उसमें आगे कदम देखने के लिए विश्वास में हिम्मत पाना चाहिए. നമ്മള് യോസേഫിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. यूसुफ के बारे में उनका इतिहास देखेगा तो एक बात जानकारी मिलेगा. പൊത്തിഫറിന്റെ ഭാര്യ തന്നെ വശീകരിക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് അവൻ ശക്തമായ ഒരു നിലപാടെടുത്തു. पुतिफर की पत्नी ने उनको घेर लिया है, उसके विरोध में लड़ते हुए उन्होंने वहां से बच गई है. അവളുടെ പ്രേരണയെല്ലാം അവഗണിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. और यूसुफ ने पुतिफर की पत्नी की और यही बात दी, हमारा यहोवा परमेश्वर की प्रेम मेल मिलावट छोड़कर तेरी वो साथ पाप करने के लिए यहोवा मेरे को अनुमति ना देंगे.
അവൻ ദൈവത്തിന്റെ പ്രമാണം ഉള്ളിലുള്ളവനായിരുന്നു. वो ही कारण है परमेश्वर की असीम सामर्थ्य और नियम उनके हृदय के अंदर था। ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള പ്രതികൂലങ്ങളും അത് ആം, ആം, വെല്ലുവിളികളും ഉണ്ടാകും. അപ്പോഴൊക്കെയും അത് ആം, ഇടറിപ്പോകാതെ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദിവ്യ സ്വഭാവം അത്രേ. और मसीह के जीवन में मसीह में रहना चाहता है तो प्रतिकूल परिस्थिति या और हमारे जीवन में रुकावट कोई कारण आते हैं उसमें से विजय पाकर मसीह के लिए जीना आवश्यकता है। വിശുദ്ധനായ പോളികാർപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. जो ऐसा एक महान व्यक्ति थे और पॉलीकार्प അദ്ദേഹം സ്മിർന സഭയിലെ ബിഷപ്പായിരുന്നു. वो व्यक्ति स्मरणा मंडली की पासवान था। അദ്ദേഹത്തെ തന്റെ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് ചക്രവർത്തി ആവശ്യപ്പെട്ടു. और बादशाह ने तेरी विश्वास त्याग करने के लिए बताया है। അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 86 വർഷങ്ങളില് നല്ലവനും വല്ലഭനുമായിരുന്നതായ എന്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. और बादशाह की ओर ये बात कहने लगा, इतने बहुमूल्य मसीह को त्याग करते हुए जीने के लिए मेरा मन नहीं लगेगी। അദ്ദേഹത്തെ ബന്ധിച്ച് തീയിലേക്ക് വലിച്ചെറിഞ്ഞു. उन्होंने हाथ पैर बांध कर आग में डाल दिया है। എന്നാൽ അദ്ദേഹം അദ്ദേഹത്തെ തീയിൽ വെന്ത് പോകാത്തത് കൊണ്ട് അവർ അദ്ദേഹത്തെ കുത്തി മുറിവേൽപ്പിച്ചു. और आग में जल गया नहीं, इसी कारण में भालू मार दिया है। അപ്പോ അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു രക്തസാക്ഷിയായി തീർന്നു. उन्होंने ऐसे गवाह बन गया, उन्होंने लोहू की कारण शिष्य बन गई है। നമ്മുടെ ജീവിതങ്ങളിൽ ഇതുപോലുള്ളതായ വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ നാം ഉറച്ച ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ദൈവം അത് നമ്മെ മാനിക്കും. इसी रीति में हमारा परीक्षा की समय हम एक अच्छे निर्णय में आएगा तो मसीह की चेला बन सकते हैं। ഇവിടെ നാം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ആരെ വിശ്വസിച്ചിരിക്കുന്നു അതാണ് പ്രധാനമായിട്ടുള്ളത്. जिन चीज के ऊपर हम विश्वास किया, इससे अलावा जिन व्यक्ति पर हमारा विश्वास रखा है, यही बात अमूल्य है। അപ്പോസ്തലന്മാര് പൗലോസും അതുപോലെ മറ്റ് ശിഷ്യന്മാർ, പത്രോസിനെ പോലുള്ള ശിഷ്യന്മാരൊക്കെയും യേശുക്രിസ്തുവിന്റെ അടിമകളെന്ന് സ്വയം വിശേഷിപ്പിച്ചു, ദാസന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ചു. और यीशु मसीह का शिष्यों पत्रोस इत्यादि शिष्यों ने यही हमारा मन में लगा, मसीह की गुलाम में है, इसी कारण में उनका चेतावनी माना हमारा फर्ज है। യേശുവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി അവർ എന്ത് ത്യാഗവും ചെയ്യുന്നതിന് തയ്യാറായിരുന്നു. यीशु मसीह के शिष्य बनने के लिए जो कुछ बात है त्याग करने के लिए उन्होंने आग्रह के साथ आगे है। യേശുക്രിസ്തുവിന്റെ ദാസനായിരിക്കുക അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടിമയായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായ കാര്യം അത്രേ. ये मसीह के दास या गुलामी है, ये सोच विचार करना इतने महत्वपूर्ण है। അതിന്റെ കാരണം ഏറ്റവും നല്ല ഒരു യജമാനനാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. इसके कारण यू है, इतने महत्वपूर्ण, इतने महिमा पाया हुआ एक स्वामी है हमारा मसीह। ഏറ്റവും നല്ല യജമാനൻ ഉണ്ട് എങ്കിൽ അയാളുടെ കീഴിലുള്ളതായ അടിമകൾ ഏറ്റവും സന്തോഷമുള്ളവരത്രേ. जितना भी हो महत्वपूर्ण स्वामी होवे तो उनकी अधीन में गुलाम होकर गुलामी रहते हैं, वही महत्व की है। അപ്പം എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നുവെങ്കിലും, ജീവത്യാഗം തന്നെ ചെയ്യേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഒരു അടിമയെ പോലെ പൗലോസും പത്രോസും മറ്റ് ശിഷ്യന്മാരും പ്രവർത്തിച്ചത് അതുകൊണ്ടത്രേ.
हमारा प्राण त्याग करना चाहता है तो भी, जिंदगी मृत्यु तक आएगा तो भी ये स्वामी की गुलाम होकर, दास दासियों होकर जीना भलाई है। ये मसीह की शिष्यों की काम है। 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. दूसरा पत्रोस तीसरा अध्याय की 12वां पद. അവിടെ നാം വായിക്കുന്നത്, ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. और परमेश्वर के उस दिन के बाद किसी किस रीति से जोहना चाहे और उसके जल्द आने के लिए कैसा यत्न करना चाहिए, किसके कारण आकाश आग से पिघल जाएंगे और आकाश के गण बहुत ही तरफ होकर गल जाएंगे. ദൈവ ഭയമില്ലാതെ പാപത്തിൽ മുഴുകിയതായ ഒരു ജനതയായിരുന്നു നോഹയുടെ കാലത്തുണ്ടായിരുന്നത്. और परमेश्वर से डर नहीं मानता है, पाप की अपराध में गिरे हुए व्यक्तियों थे नूह की समय में. വരാൻ പോകുന്നതായ ആ പ്രളയത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി നോഹ ഒരു പെട്ടകമുണ്ടാക്കി. आने वाला परमेश्वर के क्रोध में से बचाने के लिए नूह ने एक जहाज बना दिया है. ദൈവം പറഞ്ഞതുപോലെ പ്രളയം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അതിനു വേണ്ടതായ നടപടികൾ സ്വീകരിച്ചു. और यहोवा ने उनको कहा, और पानी की भर्ती होती है और न्याय की दंड आने वाले हैं, ये सोच समझ कर नूह ने एक जहाज बना दिया है. കർത്താവ് പറഞ്ഞു താൻ വീണ്ടും വരുവാൻ പോകുന്നു എന്ന്. यीशु मसीह ने एक चेतावनी दी, गया है ऐसा वापस आने वाले हैं. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. मसीह की आगमन एकदम निकट है. നാം കർത്താവിന്റെ വരവിന് വേണ്ടി സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ അത് തയ്യാറെടുക്കുന്നുണ്ടോ? हम ये बात सोच समझे मसीह की आगमन के लिए हम तैयारी है नहीं है. അതുകൊണ്ട് അവിടെ പറഞ്ഞു നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. इसी कारण में यहाँ पर वचन दी है, जितना भी भय भक्ति और पवित्रता में जीना आवश्यकता है. കർത്താവ് വരുമ്പോൾ കർത്താവിനോട് എടുക്കപ്പെടുവാൻ തക്കവണ്ണം നാം ഒരുങ്ങിയിട്ടുണ്ടോ? मसीह की आगमन में मसीह का साथ जाने के लिए हम तैयारी है नहीं है. നോഹയുടെ കാലത്ത് ജലപ്രളയത്താലത്ത് ഭൂമിയെ നശിപ്പിച്ചത്. और नूह की समय में जल की और पानी धरती ये इसी में से भूमि को सत्यानाश की है. എന്നാൽ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിക്കായും കാത്തിരിക്കുന്നുവെന്ന്. ये वचन में यही वचन दिया है, आज का आकाश आग से पिघल जाएंगे और आकाश के गण बहुत ही तत्व होकर गिर जाएंगे. അതെ, ഭൂമിയെ ഇനി നശിപ്പിക്കുന്നത് തീ കൊണ്ടായിരിക്കുമെന്നാണ് ഇവിടെ വായിക്കുന്നത്. यहाँ पर ये वचन दिया है, भूमि को आग से जलाने के लिए प्रभु तैयारी के साथ है. അതുകൊണ്ട് നാം വളരെ ഭക്തിയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും ജീവിക്കുവാൻ പത്രോസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. इसी कारण में प्रेरित पत्रोस ने हमें चेतावनी देता है, इतने भी विश्वास और पवित्रता में जीना आवश्यकता है. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് കർത്താവിന്റെ രണ്ടാം വരവ് ആസന്നമായിരിക്കുന്നു എന്ന് ഈ ലോകത്തെങ്ങും പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്നു. और 2000 वर्ष से और हमारा मसीह की आगमन के बारे में चेतावनी देते रहते हैं. കർത്താവ് വരുന്നില്ലല്ലോ എന്ന് ഓരോരുത്തരും പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. और आजकल दिनों में हम देखते हैं, मसीह आएगा नहीं, आया नहीं कहकर उन्होंने ऐसी बात कहते रहते हैं.
എന്നാൽ നാം ഒരു കാര്യം മറക്കരുത്. एक बात हम भूलना नहीं, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. और वे कहते हैं मसीह अभी आएगा नहीं कहकर, कहेगा तो भी हमारे मसीह की आगमन देरी नहीं लेते। തന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. उन्होंने प्रतिज्ञा दी, वो प्रतिज्ञा से पीछे हटेगा भी नहीं। എന്നാൽ ആരും നശിച്ചു പോകരുത് എന്നുള്ളതായ ഒരേ ഒരു ആഗ്രഹമാണ് പിതാവിനുള്ളത്. पिता परमेश्वर ये आग्रह रखते हैं, दुनिया में जिया जन्मा कोई किसी नाश ना हो। കർത്താവിന്റെ ദീർഘക്ഷമയത്രേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. हमारा मसीह ने हमारे लिए दीर्घ क्षमा दिया रहता है। കർത്താവ് പിന്നെയും പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. मसीह ने ये वचन फिर भी देता है, मैं शीघ्र आने वाला हूं। കർത്താവിന്റെ ദീർഘക്ഷമ എന്ന് പറയുന്നത് തന്റെ വാഗ്ദത്തങ്ങളിൽ നിന്നും താൻ പിന്മാറുന്നതല്ല. मसीह की दीर्घ क्षमा यही है, उनको प्रतिज्ञा से पीछे हटेगा नहीं। ആം, ഈ ലോകത്തുള്ള ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതെന്നുള്ളതായ ദൈവത്തിന്റെ സ്നേഹവും കരുതലും അത്രേ ഈ താമസത്തിനുള്ളതായ കാരണം. मसीह ने ये आग्रह रखते हैं, दुनिया में जन्मा है कोई किसी भी नाश ना हो, और उन्होंने मसीह की आगमन में उनका साथ रहे, ये आशा के साथ देरी लगते हैं। ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ, ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിപ്പാൻ തക്കവണ്ണം ഇനിയും കർത്താവ് അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. पाप अपराधों में से बचकर हमारा मसीह की और विचार सोच विचार से समानता में आने के लिए दीर्घ शांति से रहते हैं। ഇപ്പോഴും സ്വർഗത്തിന്റെ കവാടം കർത്താവ് തുറന്നിട്ടിരിക്കുകയത്രേ ചെയ്യുന്നത്. अभी भी विश्वास करने वालों को स्वर्ग राज्य में प्रवेश करने के लिए दरवाजा खोल कर रखा है। എന്നാൽ കർത്താവിന്റെ മൃതന്മാരെ ഓർക്കുമ്പോൾ കർത്താവ് ഇനിയും താമസിക്കുകയില്ല. അല്പകാലത്തിനുള്ളിൽ കർത്താവ് വന്നേ മതിയാവും. ये वचन यही है, मसीह के लिए बाट जोहने वाले हैं, पवित्रताई में रहने वाले हैं, ये देखते हुए मसीह ने अतिशीघ्र आने के लिए तैयारी है। ഈ ലോകത്തുള്ളതായ ക്രൂരന്മാരായ മനുഷ്യരുടേതായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കണ്ട് ദൈവം വളരെ ദുഃഖിക്കുന്നു. आज के दिनों में देखते हैं मनुष्यों की क्रोध स्वभाव देखते हुए खेदित है मसीह। സെപ്റ്റംബർ 11 എന്താ സംഭവിച്ചത്? അമേരിക്കയിലെ ട്വിൻ ടവേഴ്സ് അവർ ബോംബിട്ട് തകർക്കുകയും ആയിരക്കണക്കിന് നിരപരാധികളായ ആളുകൾ മരിച്ചു പോവുകയും ചെയ്തു. सितंबर 11 तारीख अमेरिका में इतनी बड़ा कुमट और बम से फोड़ दिया, उसको सत्यानाश किया है। നൈജീരിയ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലും നിരപരാധികളായ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നു. नाइजीरिया इत्यादि देश में मसीह की नाम लिए हुए व्यक्तियों को इतने और सधा रहा है। അമേരിക്കയിൽ നിരന്തരം ആളുകളെ വെടിവെച്ചു കൊല്ലുന്നു. अमेरिका में निरंतर और बंदूक से मारते हैं। ഇങ്ങനെ നാം നോക്കുമ്പോൾ ഈ ലോകത്ത് വളരെയധികം ക്രൂരമായിട്ട് മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. आज के दिनों में दुनिया में मानव जाति मसीह सिवा जाने वाले क्रोधित होकर क्रूर स्वभाव में उन्होंने जाते हैं। മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങൾ മോഷ്ടിച്ചെടുത്ത് അത് മാർക്കറ്റിൽ വിറ്റ് നല്ല കാശുണ്ടാക്കുന്ന ആളുകളുണ്ട്. आज के दिनों में हम देखते हैं मनुष्य की शरीर की अंग और छीन लेते हैं और दूसरों को रखते हुए धन कमाते हैं। അങ്ങനെയുള്ള മാഫിയകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. ऐसे प्रकार के झूठे वालों ने काम किया करता है, हम देखते हैं। സാധാരണ മനുഷ്യര് വലിയവരും യുവാക്കളും കുഞ്ഞുങ്ങളും ഇവരെയൊക്കെ മയക്കിയിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോയി
ജനവാസമില്ലാത്ത പ്രദേശങ്ങൾ കൊണ്ടുപോയിട്ട് അവരുടെ ആന്തരിക അവയവങ്ങൾ അവർ മോഷ്ടിച്ചെടുക്കുന്നു. साधारण व्यक्तियों को, बालकों हो और उम्र वाले हैं, उनको पकड़ते हैं और ऐसे प्रकार की गुफा में ले जाकर उनका शरीर की अंग पूरा छीन लेते हैं। മനുഷ്യന്റെ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കണ്ട് ദൈവം വളരെയധികം വിഷമിക്കുന്നു. ये मनुष्य को एक स्वभाव दिया है, वो स्वभाव सिवा अन्य शैतान की स्वभाव देखते हुए और मसीह भी अफसोस होता है। അതുകൊണ്ട് കർത്താവ് വേഗം വരും. इसी कारण में मसीह की आगमन അതിശീഘ്ര है। വഴിയിൽ നിന്ന് തടുക്കുന്നതായ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് അത്രയും ഒരുവിധം ഈ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. दुनिया आगे चलते हैं, यही कारण मसीह के वचन बताता है, रास्ता पर रुकता है, ये पवित्र आत्मा है। ये पवित्र आत्मा रुकाने के कारण ये शैतान को ज्यादा काम नहीं कर सकते हैं। ഈ പരിശുദ്ധാത്മാവിനെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നരക തുല്യമായ ജീവിതമായിരിക്കും. ये पवित्र आत्मा आजकल दिनों में काम किया करता है। वो आत्मा यहाँ से वापस जाएगा, फिर उसी घड़ी में शैतानी के काम कार्य शुरू करेंगे। അതുകൊണ്ട് നാം എത്ര ജാഗ്രതയോടുകൂടിയും വിശുദ്ധിയോടുകൂടിയും ജീവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. इसे कारण में जागते रहे, पवित्रताई में जीवन बिताते रहे। കർത്താവിൽ വിശ്വസിക്കുന്ന വൃതന്മാരെ ഓർത്ത് ഈ തന്റെ വരവ് ഏറ്റവും വേഗത്തിൽ ആക്കി തീർക്കുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. मसीह के लिए जीवन पवित्रताई में बिताने वालों को अधिशीघ्र स्वर्गारोहण करने के लिए मसीह जागते ही रहते हैं। അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം എടുക്കാം. प्रेरितों का काम पहले अध्याय में हम आए। അവിടെ 1-ാം അധ്യായം 9-ാം വാക്യം. और प्रेरितों का काम पहले अध्याय की 9वां पद में हम यही देखते हैं। 9वां अध्याय, पहले अध्याय 9वां पद में यह कहकर वह उनके देखते देखते ऊपर उठा लिया गया और बादल ने उसे उनकी आंखों से छिप लिया। ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയും അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. 10-ാം വാക്യം. यह बात कहने की पश्चात यह कहकर वह उनके देखते देखते ऊपर उठा लिया गया है। അവൻ പോകുന്നേരം 10-ാം വാക്യം. അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. 10वां पद में यह वचन दिया, उसके जाते समय जब वे आकाश की ओर ताक रहे थे तो देखो 2 पुरुष श्वेत वस्त्र पहने हुए उनके पास आ खड़े हुआ और उसने कहा, ये गलीली पुरुषों, तुम क्यों खड़े आकाश की ओर देख रहे हो? यही यीशु जो तुम्हारे पास से स्वर्ग पर उठा लिया गया, जिस रीति से तुमने उसे स्वर्ग को जाते देखता है, उसी रीति से वह फिर आएगा. ഈ യേശു മേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ये श्वेत वस्त्र पहना हुआ 2 व्यक्ति आकाश की ओर देखते रहते थे। उन्होंने यही कहा, ये मत
मसीह स्वर्गारोहण किया तुम देखते हैं, इसी न्याय उन्होंने वापस आ जाएगा। ഈ യേശു വരുമ്പോൾ നോക്കുക അവിടെ ഫസ്റ്റ് തെസലോനിക്കർ 4:16. पहले थिस्सलुनीकी पत्री 4 अध्याय की 16वां पद में भी उसके बारे में दिया गया है। കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. क्योंकि प्रभु आप ही स्वर्ग से उतरेगा, उस समय ललकार और प्रधान दूत की शब्द सुनाई देगा और परमेश्वर की तुरही फूंकी जाएगी और जो मसीह में मेरा है मरे हैं वे पहले जी उठेगा। പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ ജീവിച്ച് മരിക്കുകയും ചെയ്തതായ വ്യക്തികൾക്ക് മാത്രമേ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. और नए सिरे से जन्म पाया, पवित्र आत्मा पाया, मसीह के लिए बाढ़ जोते रहने वालों को ये तुरही की शब्द सुन सकते हैं। ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ये प्रथम पुनरुत्थान। പിന്നെ ജീവനോടുകൂടി ഇരിക്കുന്ന നാം എല്ലാവരും എന്ത് ചെയ്യും? അത് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ പോലെ ആയിത്തീരും. और बाकी लोग विश्वास में रहते हैं, शरीर को रूपांतर होकर असीम सामर्थ्य के साथ स्वर्गारोहण करेंगे। അത് ക്ഷണനേരം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. क्षण भर सभी में काम होता है। അപ്പോ മധ്യാകാശത്തില് ദൈവസഭയും അതുപോലെ ക്രിസ്തുവും കൂടി ഒരുമിച്ച് സമ്മേളിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ കുഞ്ഞാടിന്റെ കല്യാണ നാളത്രേ അത്. और मध्याकाश में और मसीह स्वर्गदूतों मंडली ये आपस में मिलता है, हाथ मिलाता है. എന്നാൽ അതിൽ പങ്കുചേരുവാൻ കഴിയാതെ ആ മനോഹരമായിട്ടുള്ളതായ അതിൽ സംബന്ധിക്കുവാൻ കഴിയാതെ കൈവിടപ്പെട്ടു പോകുന്നതായ അനേകം വ്യക്തികളെയും നമുക്ക് കാണുവാൻ കഴിയും. जो मसीह तुरही फूंकने के समय स्वर्गारोहण नहीं हुई, भूमि पर जितने हैं जो लोग को हाय हाय. അതുകൊണ്ട് നാം ഓരോരുത്തരും കർത്താവിന്റെ വരവിന് വേണ്ടിയും വാഞ്ചിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി വിശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. ये कानून एक नियम हमें दिया है, इसी कारण में चेतावनी है, मसीह की आगमन तक विश्वास से योग्य रहकर मसीह के लिए जीना आवश्यकता है. ഒരു ദാസനോട് യജമാനൻ പറഞ്ഞു, ഞാൻ ദൂരസ്ഥലത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് നീ വീട്ടുകാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചിട്ട് പോയി. एक दास को बुलाकर मैं परदेशी होकर जा रहा है, तूने रखवाली कर, संभाल, सुरक्षित रख, मैं जाकर वापस आने तक तेरी रास्ता सुरक्षित रख के जाए. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും അവന് ഈ യജമാനൻ അടുത്ത കാലത്തെങ്ങും വരാനുള്ള സാധ്യതയില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ അവിടേക്ക് കള്ളു കുടിച്ച് കറങ്ങി നടന്നതായ ഒരുത്തനുണ്ടായിരുന്നു. स्वामी परदेशी होकर गया है, लेकिन दास ने ये बात सोच विचार की, स्वामी आजकल दिनों में आने वाला नहीं, देरी लगेगा. ये सोच समझ कर दारू पियाकड़ होकर अपना धन संपत्ति पूरा बकार कर दिया है. പല വിശ്വാസികളും ഈ ദൈവം പണ്ടേ പറഞ്ഞതുപോലെ ഒന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ അലംഭാവത്തോടുകൂടി ജീവിക്കുന്നു. आजकल दिनों में विश्वासियों का जीवन में भी यही बात होता है, और मसीह की आगमन देरी है, ये सोच समझ कर अपना अभिलाषा में जीवन बिताता है.
മണവാളന് വേണ്ടി കാത്തിരുന്നതായ 10 സഹോദരിമാരെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ये दुल्हा के लिए जागते हुए और रहता एक दूल्हे की नाई होता है. 5 പേർ ശരിയായ രീതിയിലുള്ളതായ ഒരുക്കമില്ലായിരുന്നു. അവരുടെ പാത്രത്തിൽ എണ്ണ എടുക്കാത്തത് കൊണ്ട് മണവാളൻ വന്നപ്പോൾ അതിൽ അവർക്ക് സംബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. 5 दुल्हन को हाथ में बत्ती जलाने के लिए तेल नहीं था और 5 की हाथ में थी. इसी कारण में दुल्हन आया है और बत्ती जलाया है, उनका पीछे हो लिया है. അതെ, മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്നതായ സഭ വിശുദ്ധന്മാര് കർത്താവിനോടുകൂടിയും വാഴും. मध्य आकाश में उठा लिया गया है, मसीह का साथ जिए रहेंगे. പിന്നീട് യേശുവും അതുപോലെ മണവാട്ടിയും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രാജ്യം സ്ഥാപിക്കും. और मसीह की दुल्हन पृथ्वी पर आएगा, राज्य ठहरेगा, रहेगा. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. और नया यरूशलेम स्वर्ग से उतरता है और दुल्हन के लिए तैयारी किया एक महल की नाई वहां पर उतर कर आते हैं. मैं देखा है, यूहन्ना ने दर्शन पाया है. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ये मनुष्यों के साथ यहोवा की डेरा है. അവൻ അവരോട് കൂടെ വസിക്കും. उन्होंने उनका बीच में रहेगा. നാം അവന്റെ ജനമായിരിക്കും. हम उनका प्रजा है. കർത്താവ് ദൈവമായി അവരോട് കൂടെ ഇരിക്കും. मसीह परमेश्वर होकर उनका बीच में रहेगा. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. उन्होंने उन्हीं का इसका अर्थ यीशु मसीह को ग्रहण किया, उठा लिया गया, पवित्रों की आंखों से आंसू पोंछ डालेगा. ഇനി മരണമുണ്ടാകയില്ല. उनको यही वचन देता है, मृत्यु और नहीं रहेगा. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. दुख और चिल्लाहट और रोनाहट कुछ पर नहीं रहेगा. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. यही है, सारे सब कुछ नए तौर से बना रहा है. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ये वचन विश्वास योग्य और सच्चाई है, आज्ञा दी है. പ്രിയരെ, വിശുദ്ധന്മാര് കർത്താവിനോട് കൂടി വാഴും. हे प्रियो, आजकल के पवित्रों, हमारा मसीह का साथ में साथ रहेगा. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യം. और प्रकाशित वाक्य 22वां अध्याय 14वां पद. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. धन्य वे हैं जो अपने वस्त्र धो लेते हैं, क्योंकि उन्हें जीवन के वृक्ष के पास आने का अधिकार मिलेगा और वे फाटकों से होकर नगर में प्रवेश करेंगे. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ ജീവവൃക്ഷത്തെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. उत्पत्ति नामे के पुस्तक आरंभ में और वहां पर दिया गया है. ഏതേൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നതായ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം അവർ തിന്നു. और एदन बगीचा में, वाटिया में एक वृक्ष थे जो ज्ञान प्राप्त करने का वो वृक्ष की फल उन्होंने खा लिया है. അത് വിലക്കപ്പെട്ടതായ ആ കനി അവർ കഴിച്ചത് കൊണ്ട് ജീവവൃക്ഷത്തിൽ നിന്നും അവർക്ക് അത് ഫലം അനുഭവിക്കുവാൻ കഴിയാതെ അവരെ ഏതേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. और ये वचन चेतावनी दी है, ये वृक्ष की फल ना खाए, वो वचन तोड़कर उन्होंने खा लिया. इसी कारण में जीवन का वृक्ष की
फल खाने के पहले उनको एदन बगीचा से बाहर निकला दिया है। എന്നാൽ ഇതാ തിരുവചനത്തിന്റെ അവസാനത്തെ അധ്യായത്തില്, വെളിപാട് പുസ്തകത്തില് അവസാനത്തെ അധ്യായത്തില് ഇതാ പറയുന്നു, ജീവ വൃക്ഷത്തിൽ തങ്ങൾക്കുള്ള അധികാരം ഉണ്ടാകേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. वो शुरुआत में उसको काना सिवा बाहर निकाल दिया है, तो अंतिम पुस्तक प्रकाशित वाक्य में ये वचन दिया, धन्य है जो अपने वस्त्र धो लेते हैं, क्योंकि उन्होंने जीवन के वृक्ष के पास आने का अधिकार मिलेगा. കാൽവരിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തങ്ങളുടെ നീതിയുടെ വസ്ത്രം ധരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തികൾക്ക് അത്രേ ഈ ജീവവൃക്ഷത്തിൻ്റെതായ ഫലം അനുഭവിക്കുവാൻ പിന്നത്തേതിൽ സാധ്യമാകുന്നത്. हमारा यीशु मसीह की और क्रूसारोहण के कारण निश्चित किया, इनकार किया, बाहर निकाला हुआ जो मनुष्य को मसीह के क्रूसारोहण के कारण ये वृक्ष के फल खाने के लिए प्रभु ने अनुमति दी है. പ്രിയരെ, അതുകൊണ്ട് നാം അധികം വിശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്നു. प्यारो श्वासिगणों, ये चेतावनी देता है, इसी कारण में अधिक से अधिक प्रेम, मेल मिलाप, पवित्रताई में जीना आवश्यकता है. പലരും ആത്മീയമായിട്ട് അത് ഉറങ്ങുന്നവരത്രേ. और उन्हें आत्मिक तौर पर सो जाते हैं. നാം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഉണരേണ്ടിയിരിക്കുന്നു. ये वचन की नेव पकड़कर जागना जरूरत है. നാം ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ അത് മടങ്ങിവരവിനെ അത് പ്രത്യാശിച്ചുകൊണ്ടത്രേ. हम जीना मसीह की दूसरा आगमन के लिए बाट जोते हुए और इतनी आशा के साथ रहना आवश्यकता है. ഈ ഇന്നത്തെ വചനാധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ജാഗ്രതയോടുകൂടി ഭയഭക്തിയോടുകൂടി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം അത് പ്രാർത്ഥനയോടുകൂടിയും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ അത്രേ. ये वचन आज की चेतावनी यही देता है. प्यारो विश्वासी गणों, दिनम प्रति हमारा जीवन में पवित्रताई होकर आशा के ऊपर आशा रखते हुए और विश्वास के ऊपर विश्वास रखते हुए मसीह की आगमन के लिए बाट जोने के लिए प्रभु की चेतावनी और वचन आमंत्रण करता है. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु परमेश्वर हम सबों को आशीर्वाद दिया दे.